നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് ഇനി കാത്തിരിക്കാനാവില്ല, തിരിച്ചടിക്കാതിരിക്കാൻ ഇറാനും. ഈ അവസരത്തിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും സൈനിക ശേഷിയെക്കുറിച്ചും ആക്രമണ സ്വഭാവത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ആക്രമിച്ചതായി IDF സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ടെഹ്റാന്റെ ആണവ മിസൈൽ പദ്ധതികൾ ജൂതരാഷ്ട്രത്തിന് ഉടനടിയുള്ള അസ്തിത്വ ഭീഷണിയായി വളരുകയാണെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഇറാനെ ആക്രമിക്കാൻ ഉത്തരവിട്ടതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വെള്ളിയാഴ്ച ഇറാന്റെ ആണവ സൈനിക ഘടനയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലേക്ക് രഹസ്യമായി കടത്തിവിട്ട യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഖമനേയിയുടെ വിശ്വസ്തരുടെ നേരെ തന്നെ പ്രയോഗിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് നേരിട്ട് ചർച്ച നടത്തുമെന്ന് ഏപ്രിലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഒരു കരാറിലെത്താൻ ഇറാനികൾക്ക് 60 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയത്. വെള്ളിയാഴ്ച 61ാമത്തെ ദിവസമാണ് ഇസ്രയേൽ ഇറാനിലേക്ക് ഇരച്ചെത്തിയത്. നദാൻസിൽ ഇറാൻ 60% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയം ഉൽപ്പാദിപ്പിച്ചിരുന്ന പൈലറ്റ് ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിന്റെ ഭൂഗർഭ ഭാഗം ഉൾപ്പെടെയാണ് നശിപ്പിക്കപ്പെട്ടത്. ഇതിനൊരു തിരിച്ചടി ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. തിരിച്ചടി നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രയേലിൽ നടപ്പിലാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഇറാൻ ഇസ്രയേലിന് നേരെ തിരിച്ചടി തുടങ്ങിയിട്ടുള്ളത്. ഇസ്രയേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. 3 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ഇസ്രയേൽ പറയുമ്പോൾ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തം ഭീഷണിയായാണ് ഇസ്രയേലിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള സമവായത്തിനും ഇറാൻ തയ്യാറല്ല. ഇറാനെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളെയും ഭയന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ വ്യാപകമായി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടെങ്കിലും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 15 ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വന്നു. 1950കളിലെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ജൂൺ 13-ന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചടിയും അത്ര വ്യാപ്തിയുള്ളതായിരിക്കും. രക്തത്തിന് പകരം രക്തം എന്നാണ് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ അതിശക്തമായ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ശപഥം ചെയ്തു പറഞ്ഞിരുന്നു. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ 100 കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാനും ഇസ്രയേലും പരസ്പരം യുദ്ധത്തിലേക്ക് പോകുന്ന പുതിയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക കരുത്ത് എത്രമാത്രമാണ് എന്നതും ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഇറാന്റെയും ഇസ്രയേലിന്റെയും സൈന്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇറാനാണ് സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇറാന്റെ മുന്നിൽ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ ഒന്നുമല്ല. ഇസ്രയേലിന്റേതിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യയാണ് ഇറാനിലുള്ളത്. ജനസംഖ്യയിലെ നല്ലൊരു ശതമാനം പേരും ഇറാൻ സായുധ സേനയിലെ അംഗങ്ങളുമാണ്. 2024 സൂചിക പ്രകാരം ഇറാന്റെ ജനസംഖ്യ 8,75,90,873 ആയിരുന്നു. എന്നാൽ ഈ കാലയളവിൽ 90,43,387 ജനസംഖ്യ മാത്രമാണ് ഇസ്രയേലിനുള്ളത്. ഇതിൽ നിന്ന് തന്നെ ഇറാൻ എത്രമാത്രം സൈനിക ശക്തി ഉണ്ടെന്നത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ സായുധ സേനകളിൽ ഒന്നാണ് ഇറാനിയൻ സായുധ സേന. പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇടയിൽ കുറഞ്ഞത് 5,80,000 സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം 2 ലക്ഷം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇസ്രയേലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കരസേന, നാവികസേന, അർദ്ധ സൈനിക വിഭാഗങ്ങളിലായി 1,69,500 സജീവ സൈനികരും ഇറാനുണ്ട്. 4,65,000 പേർ കൂടി അവർക്ക് റിസർവ് സേനയിൽ അംഗങ്ങളാണ്. ഇതിനു പുറമെ 8,000 പേർ അർദ്ധ സൈനിക വിഭാഗത്തിലും അംഗങ്ങളാണ്. അതേസമയം പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ ഇസ്രയേലാണ് ഇറാനേക്കാൾ മുന്നിൽ. ഗ്ലോബൽ ഫയർ പവർ സൂചിക വെളിപ്പെടുത്തുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ ആണെന്നും ഇറാന്റേത് $9.95 ബില്യൺ ആണ് എന്നതുമാണ്. അമേരിക്ക ആസ്ഥാനമായുള്ള ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിന്റെ അഭിപ്രായത്തിൽ ഇറാന്റെ പ്രധാന സൈനിക വിഭാഗം, പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, അതിന്റെ ധനസഹായത്തിനായി രാജ്യത്തിന്റെ ബജറ്റിനെ മാത്രമല്ല ആശ്രയിക്കുന്നത്. ടെഹ്റാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ വിപണി മൂല്യത്തിന്റെ 1/5 ഈ സൈനിക വിഭാഗം നിയന്ത്രിക്കുകയും ആയിരക്കണക്കിന് മറ്റു കമ്പനികൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്.
ഇവയെല്ലാം തന്നെ സായുധ സേനയ്ക്ക് വരുമാനമുണ്ടാക്കുന്നതാണ്. FDD റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ഇറാന്റെ അണ്ടർഗ്രൗണ്ട് സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവും ഈ സൈനിക വിഭാഗമാണ് നിയന്ത്രിക്കുന്നത്. മനുഷ്യശക്തിയുടെ കാര്യത്തിൽ ഇറാൻ ഇസ്രയേലിനെ മറികടക്കുമെങ്കിലും ആധുനിക ആയുധ ശക്തിയുടെ കാര്യത്തിൽ ഇസ്രയേൽ മുന്നിൽ തന്നെ. അമേരിക്കയുടെ സഹായമാണ് ഇതിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇതുമൂലം ഇസ്രയേലിന് ഇറാനേക്കാൾ കൂടുതൽ വ്യോമശക്തിയുണ്ട്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് വെളിപ്പെടുത്തുന്നത് ഇസ്രയേലിന് ആകെ 612 വിമാനങ്ങൾ ഉണ്ടെന്നും ഇറാന് 551 വിമാനങ്ങൾ ഉണ്ടെന്നതുമാണ്. ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇസ്രയേലിന്റെ വ്യോമസേനയിൽ F-15, F-16, F-35 പോലുള്ള അമേരിക്കയുടെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. ഇസ്രയേലിന്റെ കൈവശം പ്രശസ്തമായ മൾട്ടി ടയർ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അതിൽ അയൺ ഡോം, ഡേവിഡ്സ് ലിഗ്, ആരോ, ദ പാട്രിയറ്റ് എന്നിവയും ഉൾപ്പെടുന്നു. ഇതേസമയം ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിന് മുന്നിൽ ഇസ്രയേൽ ആയുധം ഒന്നുമല്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരമാണ് ഇറാനിലുള്ളത്. ഇക്കാര്യം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റി ഷിപ്പ് മിസൈലുകളും 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. ഇസ്രയേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട്. സൈനിക പരേഡുകളിൽ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒരു വലിയ ശേഖരം പ്രദർശിപ്പിക്കുന്നതിലൂടെ ഇറാൻ ഈ ആയുധ ശേഖരം രഹസ്യമായി വെച്ചിട്ടില്ലെന്നതും വാസ്തവമാണ്. ഇറാന്റെ ഡ്രോണുകൾ റഷ്യ യുക്രൈനിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കരശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇസ്രയേലിന് 1370 ടാങ്കുകളുണ്ട്. അതേസമയം ഇറാന് 1996 ടാങ്കുകളാണ് ഉള്ളത്. ഇവിടെയും ഇറാന് മുൻതൂക്കമുണ്ട്. വലിയ സൈനിക ശക്തികളാണെങ്കിലും ഇറാനോ ഇസ്രയേലിനോ കാര്യമായ നാവിക സാന്നിധ്യം ഇല്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എങ്കിലും ചെറിയ ബോട്ടുകളിൽ ആക്രമണം നടത്താനുള്ള കഴിവിന് ഇറാൻ പേരുകേട്ടവരാണ്. ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ കപ്പലുകളുടെ എണ്ണം 67 ആണ്. ഇതുകൂടാതെ ഇസ്രയേലിന്റെ 5 എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ 19 അന്തർവാഹിനികൾ ഇറാനിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. കടലിൽ മിന്നൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള അമേരിക്ക പോലും ഭയക്കുന്ന ഹൂതികളും ഇറാന്റെ കരുത്തായി യുദ്ധമുഖത്തുണ്ടാകും. ആണവോർജത്തിന്റെ കാര്യത്തിൽ ഇസ്രയേലിന് മുൻതൂക്കമുണ്ടെങ്കിലും ഇറാന്റെ രഹസ്യ ആവനാഴിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന കാര്യത്തിൽ ലോകത്തെ ഒരു ശക്തിക്കും ഒരു നിശ്ചയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലിന് ഏകദേശം 80 ആണവായുധങ്ങളുണ്ട്. ഇതിൽ ഏകദേശം 30 എണ്ണം വിമാനം വഴി എത്തിക്കുന്നതിനുള്ള ഗ്രാവിറ്റി ബോംബുകളാണ്. ശേഷിക്കുന്ന 50 ആയുധങ്ങൾ ജെറിക്കോ, സെക്കൻഡ്, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വഴി ഉപയോഗിക്കാൻ പറ്റാവുന്നവയുമാണ്. ഇറാന്റെ സൈനിക ശക്തികളിൽ ഏറ്റവും വലുത് അതിന്റെ സങ്കീർണമായ സൈനിക സംവിധാനമാണ്. വാസ്തവത്തിൽ ഇറാന്റെ എതിരാളികൾ പ്രധാനമായും അമേരിക്കയും ഇസ്രയേലും പതിറ്റാണ്ടുകളായി ഇറാനെതിരായ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ ഒഴിവാക്കിയിരുന്നതും അതുകൊണ്ടുതന്നെയാണ്. ഇറാന്റെ എതിരാളികൾ ഇറാനെ ഭയപ്പെടുന്നതിന് പ്രധാന കാരണം ഇറാനെതിരായ ഏതൊരു യുദ്ധവും വളരെ ഗുരുതരമായ യുദ്ധമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. ഇപ്പോൾ ഇസ്രയേൽ ആക്രമണത്തിന് തുനിഞ്ഞതു തന്നെ ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്നതിൽ ഭയന്നതുകൊണ്ടാണ്. അതല്ലായിരുന്നെങ്കിൽ അവരും സാഹസത്തിന് മുതിരില്ലായിരുന്നു. പ്രതിരോധത്തിന്റെ ആക്സിസ് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള പ്രോക്സി മിലിഷ്യകളുടെ ഒരു വൻ ശൃംഖലയ്ക്ക് തന്നെ ഇറാൻ ആയുധം നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യ ഗ്രൂപ്പുകൾ തുടങ്ങി ഗാസയിലെ ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും വരെ ഈ മിലിഷ്യകളിൽ ഉൾപ്പെടുന്നവരാണ്. ഇറാന്റെ സായുധ സേനയുടെ ഭാഗമായി അവരെ കണക്കാക്കുന്നില്ലെങ്കിലും അവർ യുദ്ധത്തിന് തയ്യാറുള്ളവരും കനത്ത ആയുധധാരികളും ഇറാനോട് കടുത്ത വിശ്വസ്തതയുള്ളവരുമാണ്. ആക്രമിക്കപ്പെട്ടതിനാൽ ഇറാനെ സഹായിക്കാൻ ഇവർ ഇനി ഏതറ്റം വരെയും പോകും. ഇറാനിയൻ ആയുധപ്പുരയിലെ ഏറ്റവും വിലപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്ന് അതിന്റെ നേതൃത്വം വളർത്തിയെടുത്ത് ഏകോപിപ്പിക്കുകയും പരിശീലനം നൽകുകയും ചെയ്ത നൂതന ആയുധധാരികളായ സായുധ സംഘങ്ങളുടെ ശൃംഖലയാണെന്നാണ് ബ്രൂക്കിംഗ്സ് ഫോറിൻ പോളിസിയുടെ വൈസ് പ്രസിഡന്റും ഡയറക്ടറുമായ സൂസൻ മലോണി ഈ പ്രോക്സികളെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലെബനൻ മുതൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഈ ശൃംഖല വ്യാപിച്ചു കിടക്കുകയാണ്. ഇതുകൂടാതെ ഈ പ്രോക്സികൾ ഇറാന്റെ സുരക്ഷ, ദീർഘായുസ്, സ്വാധീനം എന്നിവയിൽ അവിഭാജ്യമാണെന്നതും ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ഇറാന്റെ നേതൃത്വത്തെ അവരുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ അപകട സാധ്യതയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് തന്ത്രപരമായ ആഴവും വിശാലമായ പ്രാദേശിക സ്വാധീനവും നൽകുന്നുണ്ട്. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എപ്പോൾ എവിടെയൊക്കെ ആക്രമണം നടത്തുമെന്നത് CIA-ക്കും മൊസാദിനും പോലും
കണ്ടെത്താൻ കഴിയില്ല എന്നതും അമേരിക്കയും ഇസ്രയേലും നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. കരശക്തിയിലും ഇറാനാണ് മുന്നിൽ. ഇസ്രയേലിന്റെ കൈവശം 1370 ടാങ്കുകൾ ഉള്ളപ്പോൾ ഇറാന് 1996 ടാങ്കുകളാണുള്ളത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരവുമുള്ള ടാങ്കുകളാണ് ഇസ്രയേലിന്റേത്. യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിലും ഇറാന് മുൻതൂക്കം. ഇസ്രയേലിന് 67 എണ്ണമുള്ളപ്പോൾ ഇറാന് 101 യുദ്ധക്കപ്പലുകളുണ്ട്. കൂടാതെ 19 അന്തർവാഹിനികളും. ഇസ്രയേലിനാകെ 5 അന്തർവാഹിനികൾ മാത്രമാണുള്ളത്. എന്നാൽ ആണവ ശക്തിയിൽ ഇസ്രയേലാണ് കരുത്തർ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലിന് ഏകദേശം 80 ആണവായുധങ്ങളുണ്ട്. മാത്രമല്ല, യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിലും തങ്ങളുടെ ഓപ്പറേഷൻ ഞൊടിയിടയിൽ നടപ്പാക്കുന്നതിലും ഇസ്രയേലിനൊപ്പം വരുന്ന മറ്റൊരു രാജ്യവുമില്ല എന്നതും അവരുടെ കരുത്താണ്. അതേസമയം തങ്ങൾക്ക് ആണവായുധങ്ങൾ ഇല്ലെന്നാണ് ഇറാന്റെ അവകാശവാദമെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം ധാരാളമായി നടക്കുന്ന രാജ്യത്ത് ആണവായുധങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര യുദ്ധ നിരീക്ഷകരുടെ അനുമാനം. മലയാളി വാർത്ത ഇൻസൈഡ്.